അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, നെയ്തർ ഓഫ് ദ ബോയ്സ് ഡാഷ് ലെഫ്റ്റ്. ആൻസർ ഏതാണ്? ഹാസ്. എന്തുകൊണ്ട് ഹാസ്? നെയ്തർ ഓഫ് ദ ബോയ്സ്, എയ്തർ ഓഫ് ദ ബോയ്സ് എന്നെല്ലാ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും, പക്ഷേ നെയ്തർ ഓഫ് ദ, എയ്തർ ഓഫ് ദ എന്ന അങ്ങനെയുള്ളൊരു കൺസ്ട്രക്ഷൻ വരികയാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഹാസ് എടുത്തു. അടുത്തത്, ക്രിയേറ്റിവിറ്റി ഈസ് എ ക്വാളിറ്റി ദാറ്റ് ഡാഷ് ആർക്കിടെക്റ്റ് മസ്റ്റ് പൊസസ്. ആർക്കിടെക്റ്റിന് മുന്നിലൊരു ആർട്ടിക്കിൾ ചേർക്കണം. അപ്പോൾ നമുക്കറിയാം ആർക്കിടെക്റ്റ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? വവ്വൽ ശബ്ദമാണ് വരുന്നത്. അതുകൊണ്ട് ആൻ. അടുത്തത്, ഗീത ബ്രോക്ക് ദ ഗ്ലാസ്. ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് നോക്കും. ആദ്യം വെർബ് നോക്കും. ബ്രോക്കാണ്. സോ ഇവിടെ എന്താണ്? ഡയറക്റ്റായിട്ട് നമുക്ക് ഓക്സിലറി തന്നിട്ടില്ല. അപ്പോൾ ബ്രോക്കിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ബ്രോക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ആണ് ബ്രോക്ക്. സോ ഡിഡ് ആണ് കിട്ടുക നമുക്ക് ഓക്സിലറി. ഡിഡ് പ്ലസ് V1 ആണ് ഏതൊരു വെർബിൻ്റെയും V2 ആയിട്ട് വരിക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഡിഡ് പ്ലസ് ബ്രേക്ക് ആണ് ഇവിടെ ബ്രോക്കായി വന്നിരിക്കുന്നത്. സോ ഡിഡ് എന്നുള്ള ഓക്സിലറി നമുക്ക് കിട്ടി. ഇനി നെഗറ്റീവ് ആണോ, നെഗറ്റീവ് വേണോ നെഗറ്റീവ് വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ടോ നോക്കുക, നോട്ട് ഉണ്ടോ നോക്കുക. സെൻറ്റൻസിൽ നോട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോട്ട് ചേർക്കണം. അപ്പോൾ എന്തായി? ഡിഡിൻറ്റ് എന്നായി അല്ലേ. ഇനി ഗീതയാണ്. അപ്പോൾ ഗീതയ്ക്ക് പറ്റിയ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺ ഏതാ വരിക? ഷീ ആണ്. സോ ഡിഡിൻറ്റ് ഷീ. അടുത്ത്, ഡാഷ് ഗിവിങ് മീ യുവർ മൊബൈൽ ഫോൺ ഫോർ എ മിനിറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏതാണ്? വുഡ് യു മൈൻഡ് ഗിവിങ് മീ യുവർ മൊബൈൽ ഫോൺ ഫോർ എ മിനിറ്റ് അല്ലേ. ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ അവിടെ ഗിവിങ് എന്നുള്ളതിൻ്റെ ഒരു യൂസേജാണ് വരുന്നത്. അതായത് ജെറണ്ടിൻ്റെ അല്ലേ. വെർബൽ നൗൺ ഗിവ് എന്ന വെർബിനോട് അല്ലേ എന്ത് ചേർന്നിരിക്കുന്നു? ING ചേർന്നിരിക്കുന്നു. അപ്പോൾ വെർബൽ നൗണായിട്ട് വരുന്നതാണ് എന്ത്? ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജെറണ്ടിൻ്റെ ഒരു ഉപയോഗം കാണിക്കാനാണ് ആ സെൻറ്റൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? വുഡ് യു മൈൻഡ് എന്ന് ചേർക്കുന്നത്. അപ്പോൾ അത് മൊത്തമായിട്ടതൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മാറും? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് മാറും. പക്ഷേ അതിൽ അവരുദ്ദേശിച്ചിരിക്കുന്നത് ഗിവിങ് എന്ന ജെറണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം എഡിറ്റ് ചെയ്യാനാണ്. വിമൻ കുക്സ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ എന്ന് തന്നിരിക്കുന്നു. അതിൽ തെറ്റായ ഭാഗം വെർബാണ്. കുക്സ് എന്നുള്ള ഭാഗം തെറ്റാണ്. എന്താണ് അവിടെ വരേണ്ടത്? കുക്ക് എന്ന് മതി അല്ലേ. കാരണം എന്താ? വിമൻ എന്നുള്ളത് പ്ലൂറലാണ്. പ്ലൂറൽ വരുന്ന സമയത്ത് നമ്മൾ വെർബിനോടൊപ്പം എസ് ചേർക്കാറില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. പറഞ്ഞെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.